നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗാർഗി, നീ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നേ? അത് പിന്നെ ഞാൻ ആലോചനയില്ലാതെ വെറുതെ ഓരോരോ ബുദ്ധിമോശം കാണിക്കല്ലേ ഗാർഗി. നീ വിഷം ചേർത്ത കോഫി അവള് കുടിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? അവളിവിടെ ചോര ഛർദിച്ച് മരിക്കില്ലേ? അതിന്റെ പേരില് നിനക്ക് ജയിലിൽ പോയേണ്ടി വരില്ലേ? ഗാർഗി, നീ എന്തോ ഒന്നും മിണ്ടാ നിൽക്കുന്ന? നിന്നോട് ഇങ്ങനെ സംസാരിക്കുവല്ല വേണ്ടത്, അല്ല തല്ല വെച്ചേരണ്ടേ. നീ വിഷം ചേർത്ത് വച്ചിരുന്ന കോഫി എടുത്തു മാറ്റി പകരം വേറെ കോഫി എടുത്തു വച്ചത് ഞാൻ തന്നെയാ. നീ കോഫിയിൽ വിഷം ചേർക്കുന്നത് ഭാഗ്യത്തിന് ഞാൻ കണ്ടു. അതുകൊണ്ട് എനിക്കത് എടുത്തു മാറ്റാൻ സാധിച്ചു. നീ എന്തിനാ അതെടുത്ത് മാറ്റിയത്? എനിക്ക് ജയിലിൽ പോയേണ്ടി വന്നാലും സാരമില്ലായിരുന്നു. അവള് ചാവണമായിരുന്നു, എനിക്ക് അവളെ കൊല്ലണമായിരുന്നു. അവളും വിനയും ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് കഴിയുന്നതിനേക്കാൾ ഭേദം അവളെ കൊന്നിട്ട് ജയിലിൽ പോകുന്നത് തന്നെയായിരുന്നു. ഗാർഗി, നീ ഈ ചെയ്യുന്നത് അബദ്ധമാണ്. ഇല്ല പാർവതി, എന്റെ വിനയനെ എന്നിൽ നിന്ന് തട്ടിയെടുത്ത അവളെ ജീവനോടെ ഈ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല. അവളെ കൊല്ലണം, കൊന്നേ തീരും. ഗാർഗി, നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. അവള് ആ റിയ എന്റെ മുന്നിൽ നിൽക്കുന്നിടത്തോളം കാലം എന്റെ ഭ്രാന്ത് കൂടി കൂടി വരും. ഗാർഗി, സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീ വശീകരിച്ചെടുത്താ അത് സഹിക്കാൻ ഒരു ഭാര്യയ്ക്കും സാധിക്കില്ല. അത് ശരി തന്നെയാ. സ്വാഭാവികമായും ആ സ്ത്രീയെ കൊല്ലാനുള്ള പകയും വാശിയൊക്കെ തോന്നുകയും ചെയ്യും. പക്ഷേ അത് തീർക്കുന്നതിനുള്ള വഴി കൊലപാതകമൊന്നുമല്ല, അത് വിഡ്ഢിത്തരമാണ്. മാത്രമല്ല മഹാപാപവുമാണ്. ഒരുപക്ഷെ കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും എല്ലാം നീ രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ നിന്നും നിനക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ല ഗാർഗി. പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? റിയയും വിനയും തമ്മിലുള്ള ജീവിതത്തിന് എല്ലാ ആശീർവാദങ്ങളും ഒത്താശകളും നൽകി അവൾക്ക് പാദസേവയും ചെയ്ത് മിണ്ടാതെ എല്ലാം കണ്ടും കേട്ടും എന്റെ സങ്കടങ്ങൾ മുഴുവൻ ഉള്ളിലൊതുക്കി ഞാൻ ഇവിടെ കഴിയണോന്ന് അതാണോ നീ പറഞ്ഞു വരുന്നതിന്റെ സാരം? എന്ന് ഞാൻ പറയില്ല. സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ഒരു നെരിപ്പോട് പോലെ ഒതുങ്ങി കഴിയേണ്ടവളല്ല സ്ത്രീ. പ്രതികരിക്കേണ്ടടുത്ത് അവൾ തീർച്ചയായും പ്രതികരിക്കണം. നേടേണ്ടത് അവൾ നേടിയെടുക്കണം. വിനയെ നീ ഒരിക്കലും റിയയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. പറയാൻ എളുപ്പോ, പക്ഷെ വിനയ് ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ജീവിതം നശിച്ചു പാർവതി, എനിക്കത് നഷ്ടപ്പെട്ടു. എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം ഒരിക്കലും ആ റിയയ്ക്ക് കിട്ടരുത്. അത് മാത്രം ഇപ്പൊ എന്റെ ചിന്ത. വിനയ് നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നാ നിന്റെ ഈ നിരാശയും പ്രയാസവും ഒക്കെ മാറുമല്ലോ. വിനയ് വരും. അവൻ ഇപ്പൊ എടുത്ത ഈ തീരുമാനം തെറ്റായി പോയെന്ന് തിരിച്ചറിഞ്ഞ് വിനയ് നിന്റെ അരികിലേക്ക് തന്നെ തിരിച്ചെത്തും. പക്ഷെ അതിനുവേണ്ടി നീ ക്ഷമയോടെ കാത്തിരിക്കണം. വിനയ് തിരികെ വരുമെങ്കിൽ അയാൾക്ക് വേണ്ടി എത്ര നാള് കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. ഇത് വാക്കാണല്ലോ. വാക്ക്. എങ്കിൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. പക്ഷെ റിയ, അവൾ എന്റെ മുമ്പിൽ അഹങ്കരിക്കുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല പാർവതി. അവളോട് നിനക്കുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവളുടെ കൊമ്പൊടിക്കണം. ആദ്യം അത് നടക്കണം, എങ്കിലേ എനിക്ക് ഇത്തിരിയെങ്കിലും സമാധാനം ഉണ്ടാവൂ. വഴിയുണ്ട്. എന്തു വഴി? താങ്ക് യു. വരൂ. ഇപ്പൊ എല്ലാവർക്കും പാർവതി മതി.
അവളെ സ്വീകരിച്ച് ആനയിക്കാനാണല്ലോ തിക്കും തിരക്കും. എന്നെ ആർക്കും വേണ്ട. ഇത് വെച്ചു പുലർത്താൻ പാടില്ല. ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. ഹരീഷ്, ഈ കണക്കുകളൊന്നും പൊരുത്തപ്പെടുന്നില്ലല്ലോ. ചില മിസ്റ്റേക്കുകൾ ഉണ്ടല്ലോ ഇതില്. അല്ല, നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഞാൻ വെരിഫൈ ചെയ്തതാണ് മാഡം. എന്താ പാർവതി, എന്തുപറ്റി? ഇതില് ഓഫീസ് മെയിന്റനൻസിന് 2,24,00,000 രൂപ ചെലവായി എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എവിടെ അത് നടത്തിയത്? എന്ത് മെയിന്റനൻസാ ചെയ്തത്? ഞാൻ നോക്കിയിട്ട് ഇവിടെ അങ്ങനെ ഒരു പരിഷ്കാരവും നടത്തിയതായിട്ട് കാണുന്നുമില്ല. ഹരീഷ്, എനിക്കിതിന്റെ വിശദമായ കണക്കുകൾ കാണണം. ഇനി ഇതുപോലുള്ള ചെലവുകൾ ചെയ്താൽ അതിന്റെ വിശദമായ വിവരങ്ങൾ അടങ്ങിയ ഫയലുകൾ കൂടി അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവണം. മാഡം, ഇതെല്ലാം പ്രഭാവതി മാഡത്തിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. സോ ഇതിൽ തെറ്റുണ്ടാകാൻ വഴിയില്ല. ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത്, ഇതെല്ലാം ആരുടെ മേൽനോട്ടത്തിൽ നടന്നാലും ശരി, എനിക്ക് വ്യക്തമായ കണക്കുകൾ വേണം. ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ വിശദമായ സ്റ്റേറ്റ്മെന്റ്സ് എന്റെ മുമ്പിൽ എത്തിയിരിക്കണം. യെസ് മാഡം. ഞാനിത് നോക്കി നടത്തിയെന്നേ ഉള്ളൂ. ഒടുവില് പഴി മുഴുവൻ എന്റെ തലയെ ചുമത്തിയേക്കരുത്. ഞാനതിന് അമ്മയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മയുടെ പേര് വെറുതെ ഇതിൽ വലിച്ചഴക്കണ്ട. അമ്മയുടെ കണ്ണു വെട്ടിച്ച് മറ്റാരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തായിരിക്കും. എന്ത് തന്നെ ആയാലും പണം പാഴാക്കാൻ പാടില്ല. എന്റെ കണ്ണ് വെട്ടിച്ച് അത് തട്ടിയെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. ഹരീഷ്, ഞാൻ പറഞ്ഞത് ചെയ്യൂ. ആ ശരി മാഡം. കുറെ നാളുകൾക്ക് ശേഷം ഇവളിവിടെ വന്നത് എന്റെ കള്ളി വെളിച്ചത്താക്കാനാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.